കൂടെ ഉണ്ടാവുമെന്ന് എപ്പോഴും പറയും. വേറെ കൂട്ടുകെട്ടിയാൽ നമ്മളെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകും. അവരാരും ഇല്ലെങ്കിലും മാത്രം നമ്മളെ ഓർമ്മ ഒന്ന് തിരിച്ചു വരും. എന്നിട്ട് പറയും യു ആർ സ്പെഷ്യൽ ടു മീ. പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന്. നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം മുഴുവൻ ഇയാൾക്ക് വേണ്ടി ചെലവഴിക്കും. നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെച്ചും നമ്മുടെ വീട്ടുകാരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് അടിച്ചും മറ്റു ഫ്രണ്ട്സിനെ വെറുപ്പിച്ചും ഈ ഒരാളുടെ ആവശ്യം നമ്മുടെ ആവശ്യമായി കണ്ടുകൊണ്ട് ഇയാളുടെ കൂടെ കട്ടയ്ക്ക് നമ്മൾ നിൽക്കും. അത് ചെയ്യണമല്ലോ എന്ന് മനസ്സിൽ ശപിച്ചിട്ടോ വേറെ പണിയില്ലാഞ്ഞിട്ടോ അല്ല, നമ്മൾ അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നതുകൊണ്ടാണ്. ഈ ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതും അയാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി നമ്മൾ കാണുന്നതുകൊണ്ടാണ്. അയാൾ അത്രത്തോളം നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളവർ നമുക്കൊരാവശ്യം വരുമ്പോൾ കണ്ടറിഞ്ഞു കൂടെ നിൽക്കുമോ? നിൽക്കേണ്ടതാണ്. പക്ഷെ ചിലർ അങ്ങോട്ട് ഹെൽപ്പ് ചോദിച്ചാൽ പോലും നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. മറന്നതുപോലെ അഭിനയിക്കും. നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത സമയത്തിന് കണക്ക് പറയും. അവർക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ മാത്രം സന്തോഷത്തോടെ ഓടി വരും. ഇയാൾ എന്താണ് ഇങ്ങനെ, ഈ ബന്ധം ശരിയാവില്ല എന്ന് മനസ്സിൽ തോന്നി തുടങ്ങുമ്പോഴേക്കും അയാൾ വീണ്ടും പറയും യു ആർ സ്പെഷ്യൽ ടു മീ, ഞാൻ കൂടെ ഉണ്ടാവും. വീണ്ടും കൺഫ്യൂഷൻ. കൂട്ടുകാർ, ഇതുപോലുള്ള വാക്കുകൾ നമ്മളെ കയറിലറി കെട്ടിയിടും. ഈ പഞ്ചാര വാക്കുകൾ ഒന്ന് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞിട്ട് അയാൾ ഇതുവരെ ചെയ്ത പ്രവർത്തികളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. ആ തെളിഞ്ഞു വരുന്നതാണ് യഥാർത്ഥ ആൾ. ബാക്കിയെല്ലാം അയാൾ വാക്കുകൾ കൊണ്ട് തീർത്ത മായാലോകം മാത്രമാണ്. ഇത് വിശ്വസിക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാകില്ല. കാരണം അയാൾ പറഞ്ഞ വാക്കുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരുന്നു, പ്രവൃത്തിയിലില്ലെങ്കിലും. ഇനി എങ്ങാനും അയാളുടെ വാക്കുകൾ സത്യമുണ്ടെങ്കിലും എന്നുള്ള നേരിയ പ്രതീക്ഷയിൽ പോലും നമ്മൾ കടിച്ചു തൂങ്ങി നിൽക്കും. ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും ഇനിയും അയാൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും. കാരണം നമുക്ക് അയാളെ വേണം, അയാൾക്ക് നമ്മളെ വേണ്ടെങ്കിലും.